ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാർപ്പിഡേ. കാർപ്പിഡേത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. കുറച്ച് ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ വരുന്നത്. ഇപ്പോൾ എല്ലാവരുടെയും LPSA അല്ലെങ്കിൽ LPSTയുടെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിരിക്കുന്നൊരു സമയമാണ്. ഏപ്രിൽ 31 തന്നെ റാങ്ക് ലിസ്റ്റ് വരും. സോ അതുവരെ എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്കഷൻ എന്ന് പറയുന്നത് LPയിൽ മെയ് 31 ഒഴിവുകൾ കിട്ടുമോ എന്നുള്ള കാര്യത്തിലാണ്. അത് പുതിയ ലിസ്റ്റിലായിരിക്കും കിട്ടുക എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ തവണയൊക്കെ ആ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ എത്ര അഡ്വൈസ് ഇതുവരെ ആയി, ലാസ്റ്റ് എപ്പോഴാണ് അഡ്വൈസ് ചെയ്യപ്പെട്ടത്, അതുപോലെ ഇനി എത്ര അഡ്വൈസ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം, അത് ബേസ് ചെയ്തിട്ട് അടുത്ത നമ്മുടെ 3 വർഷം, നിങ്ങളുടെ 3 വർഷ കാലഘട്ടത്തിൽ എത്ര അഡ്വൈസ്, മാക്സിമം എത്ര അഡ്വൈസ് വരെ വരാം. ഏറ്റവും കൂടുതൽ അഡ്വൈസുകൾ നടക്കുന്ന 2-3 ടേമുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു അടുത്ത ഘട്ടത്തോടു കൂടി ഒരു 10-20% അഡ്വൈസിന് കുറഞ്ഞു വരികയായിരിക്കും ഉണ്ടാവും. സോ ഈ ഒരു 3 വർഷം ക്രൂഷ്യലാണ്. ഇതിൽ അത്യാവശ്യം അഡ്വൈസ് പ്രതീക്ഷിക്കാം. ഗവൺമെൻറ് കറക്റ്റായിട്ട് ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ഇടപെട്ട് കറക്റ്റായിട്ട് വാക്കൻസി റിപ്പോർട്ട് ചെയ്ത് ഡിവിഷൻ ഫാളൊക്കെ ഒഴിവാക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു അഡ്വൈസ് പ്രതീക്ഷിക്കാം. സോ അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇതിലേറെ കൂടുതൽ അഡ്വൈസ് ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. സോ അതൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പുകളുടെയൊക്കെ ഒരു മിടുക്ക് പോലെ ഇരിക്കും. പല ഡിവിഷൻ ഫാളുകളും വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ അത് ചില 1-2 നമ്പറിനായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളതിൽ കൂടി ഒന്ന് മാനേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ അത്യാവശ്യം നിങ്ങളൊരു ഉറപ്പിച്ച് നിൽക്കുകയാണ്, ഒരു 75% മുകളിൽ നിങ്ങൾക്ക് ഈ ജോലി കിട്ടുന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിലിറങ്ങി പ്രവർത്തിക്കണം. അതായത് 3 വർഷം കൊണ്ട് കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ തീർച്ചയായിട്ടും ഇറങ്ങി പ്രവർത്തിക്കുക. കാരണം പിന്നെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സമയം കളയാൻ നിങ്ങൾക്കുള്ള ബാല്യം ഉണ്ടാവില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സോ ഈ ഒരു വീഡിയോ ഇപ്പോൾ കഴിയാൻ നിൽക്കുന്ന ലിസ്റ്റുകാർക്കും പുതിയ വരുന്ന ലിസ്റ്റുകാർക്കും ഒരുപോലെ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജില്ലാ വൈസാണ് പറയാൻ പോകുന്നത്. തിരുവനന്തപുരത്തിൽ ഇതുവരെ 479 അഡ്വൈസായി. അവസാനത്തെ അഡ്വൈസ് നടന്നത് 9/12/2024 796 പേരായിരുന്നു റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നത്. ലിസ്റ്റിൻ്റെ 60.2% പേരാണ് ഇതുവരെ നിലവിൽ നിയമനം നടന്നിട്ടുള്ളത്. അടുത്തത് കൊല്ലം ജില്ലയെ നോക്കാം. കൊല്ലം ജില്ലയിൽ അഡ്വൈസ് 366 അഡ്വൈസാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റിൽ 982 പേരുണ്ട്. അവസാന അഡ്വൈസ് ഏപ്രിൽ 2025 ലിസ്റ്റിൻ്റെ 37.3% മാത്രമാണ് ഇതുവരെ പോയിട്ടുള്ളത്. ഇനി കൂടുതൽ പ്രതീക്ഷിക്കാനും ഇല്ല. സോ ഒരു 40% നമുക്ക് പ്രതീക്ഷിക്കാം. പത്തനംതിട്ടയിലേക്ക് എടുത്താൽ അഡ്വൈസ് 241 541 ശരിക്കും മാജിക് നമ്പറാണല്ലേ. 241 541 300 ആളുകൾ എടുത്തിട്ടില്ല. അത് ലാസ്റ്റ് അഡ്വൈസ് നടന്നിരിക്കുന്നത് ജനുവരി 2025 44% പോയിട്ടുണ്ട്. ആലപ്പുഴ നോക്കിയാൽ 198 പേർക്കാണ് അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മാർച്ച് 25 അവസാനം അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റിൽ 707 പേരാണ്. കോട്ടയം ജില്ല എടുത്ത് നോക്കിയാൽ 172 പേരാണ് അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മാർച്ചിലാണ് അവസാനം. 473 പേര് റാങ്ക് ലിസ്റ്റിലുണ്ട്, 36%. ഇടുക്കി 99 പേരാണ് ഇതുവരെ അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2024 അവസാനം അഡ്വൈസ് നടന്നിട്ടുള്ളത്. വേക്കൻസി കുറവായതുകൊണ്ടാണത്. പിന്നീട് അങ്ങോട്ട് കുറവായതുകൊണ്ട് 438 പേരാണ് റാങ്ക് ലിസ്റ്റുള്ളത്. എറണാകുളം 22.6%. ഈ പറഞ്ഞതിൽ ഏറ്റവും കുറവുള്ളത് ഇടുക്കിയിലാണ്. കാരണം അതുകൊണ്ടാണ് ഇടുക്കിയിൽ പിന്നീട് വരുന്ന ലിസ്റ്റിലെ ആളുകൾ കുറയുന്നത്. എറണാകുളം 266 പേരാണ് അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏപ്രിൽ 2025 അവസാന അഡ്വൈസ് 692 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. 38% കടന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞതിൽ 50% കടന്നത് തിരുവനന്തപുരം മാത്രമാണ്. തൃശ്ശൂർ എടുത്ത് നോക്കിയാൽ 387 പേരാണ് അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മാർച്ചിലാണ് അവസാനത്തെ അഡ്വൈസ്.
റാങ്ക് ലിസ്റ്റിൽ 783 പേരുണ്ട്, 49.4. അതും ഒരാശ്വാസം കാണാം, 50% ഉണ്ടെന്നാണ്. അടുത്തത് തൃശ്ശൂർ കഴിഞ്ഞാൽ പാലക്കാട്. 250 പേർക്കാണ് ഇതുവരെ അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മുൻപത്തെ അപേക്ഷിച്ച് കുറവാണ്. 2024 മാസത്തിലാണ് അവസാന അഡ്വൈസ് വന്നിട്ടുള്ളത്. പാലക്കാടിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു LPയിലായിരിക്കും കൂടുതൽ നിയമനങ്ങൾ വരാനുള്ള സാധ്യത. അതുകൊണ്ടാണ് ഇപ്രാവശ്യം കുറയാൻ കാരണം. പാലക്കാട് 889 പേർക്കാണ് ഇതുവരെ റാങ്ക് ലിസ്റ്റിലുള്ളത്. 28% മാത്രമാണ് പോയിട്ടുള്ളത്. മലപ്പുറം ആശ്വാസമാണ്, 1162 പേര് അഡ്വൈസ് ചെയ്യപ്പെട്ടു. 1000 കടന്ന ഒരു ജില്ല. അതുകൊണ്ടാണ് എല്ലാവരും മലപ്പുറത്തേക്ക് ഓടുന്നത്. 2227 പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താറുണ്ട്. 52.2%, 50% കടന്നു. കോഴിക്കോട് 448 പേര് അഡ്വൈസ് ചെയ്യപ്പെട്ടു. അവസാനം ഫെബ്രുവരിയിലാണ്. മലപ്പുറത്തും ഫെബ്രുവരിയിലായിരുന്നു. 808 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. 55%, 50 കടന്ന മറ്റൊരു ജില്ല കൂടി വന്നു. അടുത്തത് വയനാട്. 92 പേരെ അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ലിസ്റ്റിൽ 602 പേരുണ്ട്. ഈ പറഞ്ഞതിൽ ഏറ്റവും കുറവ് അഡ്വൈസുള്ള വയനാടാണ്. അതുകൊണ്ട് തന്നെയാണ് കട്ട് ഓഫ് കൂടിയതും ആളുകൾ കുറഞ്ഞത്. 2024 12 മാസത്തിലാണ് അഡ്വൈസ് വന്നിട്ടുള്ളത്. ഇതും ഈ പറയുന്നത് പോലെ അടുത്ത ലിസ്റ്റിലായിരിക്കും കൂടുതൽ നിയമനം വരാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു ശതമാനം അത് കയറിപ്പോകും. കണ്ണൂരിൻ്റെ കാര്യം എടുത്താൽ 147 പേരാണ് അഡ്വൈസ് ചെയ്യപ്പെട്ടുള്ളത്. ഫെബ്രുവരിയിലാണ് അവസാനം നടന്നത്. 686 പേരാണ് കണ്ണൂരിൽ റാങ്ക് ലിസ്റ്റുള്ളത്. അതും 21% വളരെ കുറവാണ്. കാസർഗോഡ് എടുത്താൽ 391 പേരാണ് അഡ്വൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2024 അവസാനം അഡ്വൈസ് ചെയ്യപ്പെട്ടത്. 978 പേര് റാങ്ക് ലിസ്റ്റിലുണ്ട്. 40% എത്തിയിട്ടുണ്ട്. മൊത്തം 4698 പേരാണ് അഡ്വൈസ് ചെയ്യപ്പെട്ടത്. 11602 പേരാണ് ലിസ്റ്റുള്ളത്. ലിസ്റ്റിൻ്റെ 40%, 50% കടന്നിട്ടില്ല എന്നുള്ളത് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണ് ഈ ഒരു 3 വർഷക്കാരെ സംബന്ധിച്ചിടത്തോളം. അടുത്ത വർഷം 50% കടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയൊരു പ്രതീക്ഷിത ഒഴിവ് വരാൻ ചാൻസ് വളരെ കുറച്ചുള്ളൂ. ഒരു 10, തിരുവനന്തപുരത്ത് ഒരു 10-ന് മുകളിൽ കാണാം, കൊല്ലത്തിൽ 5-ന് മുകളിൽ, പത്തനംതിട്ട 5-ന് മുകളിൽ, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ഇവിടെയൊക്കെ ഒരു 5-ന് മുകളിൽ, 5 to 15 വരെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. റിപ്പോർട്ടിങ്ങിനും ഒക്കെ അനുസരിച്ചിരിക്കും, നിങ്ങളൊന്ന് കരുതിയിരിക്കുക. പിന്നെ എറണാകുളം 10-ന് മുകളിൽ വരും. തൃശ്ശൂർ ഒരു 20-ന് മുകളിൽ സാധ്യതയുണ്ട്. പാലക്കാട് ഒരു 30-ന് മുകളിലുണ്ട്. ഇപ്പം നിലവിൽ 7 ഉണ്ട് പാലക്കാട്. മലപ്പുറം 20-ന് മുകളിലുണ്ടാവും. കോഴിക്കോട് ഒരു 5, വയനാട് ഒരു 5, കണ്ണൂർ 5, കാസർഗോഡ് 5-ന് മുകളിൽ പ്രതീക്ഷിക്കാം. ഈ 5 എന്ന് പറഞ്ഞാൽ 5 to 15 വരെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. 25 നമ്മുടെ ഈ ഒരു വർഷത്തെ ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ എത്ര ഉണ്ടെന്ന് നോക്കാം. തിരുവനന്തപുരത്ത് 1143, കൊല്ലം 931, പത്തനംതിട്ട 596, ആലപ്പുഴ 521, കോട്ടയം 412, ഇടുക്കി 301, എറണാകുളം 537, തൃശ്ശൂർ 967, പാലക്കാട് 683, മലപ്പുറം 3066, കോഴിക്കോട് 1189, വയനാട് 310, കണ്ണൂർ 411, കാസർഗോഡ് 1015, മൊത്തം 12082. ഭിന്നശേഷിക്കാരെയും കൂടി കൂട്ടിയിട്ടാണ് ഈ ഒരു നമ്പർ. സോ എങ്ങനെ നോക്കിയാലും കഴിഞ്ഞൊരു പ്രാവശ്യത്തേക്കാളും കൂടുതൽ ആളെടുത്തിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ ചില വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കൂടുതൽ ആളെടുത്തിട്ടുണ്ട്. കൊല്ലം കുറച്ച്, പത്തനംതിട്ട കൂട്ടി, ആലപ്പുഴ കുറച്ചു, കോട്ടയം കുറച്ചു, ഇടുക്കി കുറച്ചു, എറണാകുളം കുറച്ചു, തൃശ്ശൂർ കൂട്ടി, പാലക്കാട് കുറച്ചു, മലപ്പുറം കൂട്ടി, കോഴിക്കോട് കൂട്ടി, വയനാട് കുറച്ചു, പകുതിയായിട്ട് കുറച്ചു, കണ്ണൂർ കുറച്ചു, കാസർഗോഡ് കൂട്ടി. അതായത് ഈ പ്രാവശ്യത്തെ നിയമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കൂട്ടലും കുറക്കലും PSC ചെയ്യുന്നത്. അല്ലാതെ ഒരു സയൻറ്റിഫിക് കുറക്കലും കൂട്ടലാണെന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇനി അടുത്ത പ്രാവശ്യം ഈ പറയാത്ത ജില്ലകളിൽ നിന്നായിരിക്കും കൂടുതൽ വരിക. അപ്പോൾ അവിടെ കൂട്ടും, ബാക്കിയുള്ളിടത്ത് കുറക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് സ്റ്റഡി PSC നടത്തുന്നത്. അതൊരു വ്യത്യസ്തമായ ആചാരമാണ്.
പക്ഷേ എങ്കിലും ലിസ്റ്റ് കവറപ്പ് ചെയ്യാത്തത് കൊണ്ട് അതൊന്നൊരു പ്രശ്നമല്ല എന്ന് പറയാം. എങ്കിലും ഇനി 26-28 നമുക്കൊരു പ്രതീക്ഷിത ഒഴിവുകൾ നോക്കാം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. ഇത്രയൊക്കെ ഒരു വേക്കൻസി വരണമെങ്കിൽ നമുക്കെങ്കിലും ഇപ്രാവശ്യത്തേക്കാളും കൂടുതൽ വേക്കൻസി എല്ലാ ജില്ലകളിലും നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത പ്രാവശ്യം. കാരണം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. റിട്ടയർമെൻറ്റാണ്, പിന്നെ അന്ന് കയറിയ കാലഘട്ടങ്ങളാണ്. ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കിയാലും സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്ക് മൊത്തം ഈ 3 വർഷത്തെ ഒഴിവുകളും പ്രതീക്ഷിത ഒഴിവുകളും എടുക്കാനൊന്നും കഴിയില്ല. അത് ഇമ്പോസിബിളാണ്. പോസിബിളാണ്, പക്ഷേ അൾട്ടിമേറ്റ്ലി ഇമ്പോസിബിളാണ്. 100% അത് ഇമ്പോസിബിളാണ്. പക്ഷേ ഒരു 50-80% അത് പോസിബിളാണ്. സോ നമുക്കതൊരു പ്രെഡിക്റ്റ് ചെയ്യാനേ കഴിയുള്ളൂ. തിരുവനന്തപുരം ഒരു 550 വേക്കൻസി, 500-600 ഇടയിലൊരു പോകാനുള്ള സാധ്യതയുണ്ട്. കൊല്ലത്ത് വരുമ്പോൾ അത് 400-500 ഇടയിലായിരിക്കും. പത്തനംതിട്ട 250-300, ആലപ്പുഴ 200-250 വരെയൊക്കെ, കോട്ടയം 200-220 വരെയൊക്കെ മാക്സിമം, ഇടുക്കി 110, 100 മുകളിലുണ്ടാവും എന്തായാലും, എറണാകുളം 300 അല്ലെങ്കിൽ 300 കൂടുതലുണ്ടാവും, തൃശ്ശൂർ എന്തായാലും ഒരു 450ഓളം വരും, പാലക്കാട് 300 അടുത്ത് എന്തായാലും ഉണ്ടാവും, 300 എത്തുമെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല, മലപ്പുറം റെക്കോർഡ് ഉണ്ടാവും 1330, ഒരു 1400 ഉള്ളിൽ എന്തായാലും വരും, കോഴിക്കോട് 500 കവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, വയനാട് 100 ഒരു 100-120 വരെയൊക്കെ പ്രതീക്ഷിക്കാം. ഇപ്രാവശ്യത്തെ പോലെ കൂടിയിട്ട് കവർ ചെയ്യും. അതുകൊണ്ട് 310 ഒരു പകുതി 50% ഇപ്രാവശ്യം വയനാട് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. കണ്ണൂർ 160, കണ്ണൂർ 160-170 റേഞ്ചിലൊക്കെ വരാനുള്ള സാധ്യത. കാസർഗോഡ് 450 വരെയൊക്കെ എന്തായാലും വരും. ഇപ്പോൾ നിങ്ങൾ കൂടുതൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ജില്ലകളിൽ ഇതിലേറെ ഒരു 5% വർധനവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഡിവിഷൻ പാൾ വരാതെ നോക്കണം. ഇതൊക്കെ ആ ഡാറ്റയൊക്കെ നിങ്ങൾ എടുത്ത് മുന്നേറുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഈ പറയുന്ന ഒരു ഒഴിവുകളേക്കാൾ കൂടുതൽ മാക്സിമം ഒരു 60% എങ്കിലും ഓരോ ലിസ്റ്റിലും ഓരോ ജില്ലയിലും 60% ഉൾക്കൊള്ളിക്കാൻ നിങ്ങൾക്ക് കഴിയും. സോ ഹോപ്പ് യു നിങ്ങളത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ അതാണ് നമുക്ക് മൊത്തത്തിൽ LPSയെ കുറിച്ച് പറയാനുള്ളത്. പാലക്കാടിൽ ഇപ്പോഴത്തെ അതിൽ ഒരു 7 വേക്കൻസിയോളം റിപ്പോർട്ട് ചെയ്യും ഉടനെ. സോ അവർക്ക് കയറി ഫ്രഷ് വേക്കൻസിയാണ്. സോ അവർക്ക് കയറാം. ഒരു 135 മുതൽ 100 മുതൽ 200 വരെ വേക്കൻസി ഇനിയും വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ലിസ്റ്റിൽ നിന്നും. മെയ് 30 വരെ. മെയ് 30ലും കുറച്ചൊക്കെ റിട്ടയർമെൻറ്റ് ഉണ്ടാവും. 31 ഒഴിവുകൾ അടുത്ത ലിസ്റ്റിലായിരിക്കും കിട്ടുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ അവർക്ക് ലിസ്റ്റ് വരുമ്പോൾ തന്നെ കുറച്ച് വേക്കൻസി കുറച്ചായിരിക്കും, ഒരുപാടൊന്നും പ്രതീക്ഷിക്കേണ്ട. എങ്കിലും ആ സമയത്താണ് അത്യാവശ്യം ഒരു ഒഴിവ് വരുന്നത്. ഒറ്റയടിക്ക് തന്നെ ഒരു 10-30 പേര് കയറിപ്പോയാൽ പോലും അത് ഭയങ്കര കാര്യമാണ്. സോ ഫസ്റ്റ് ഇനീഷ്യലി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 10 വേക്കൻസി ഒരു ജില്ലയിൽ വെച്ച് കിട്ടിയാൽ ഇറ്റ്സ് നല്ലൊരു തുടക്കമാണ്. നമ്മൾ ഒരു 6 അടിച്ച് ഒരു ക്രിക്കറ്റ് തുടങ്ങുന്ന അതേ അവസ്ഥയാണ്. സോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.